സുധീഷ്, അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ സംഭവവികാസങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ നേപ്പാളിൽ ഇതാ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. അവിടുത്തെ സർക്കാർ രാജിവെക്കുന്നു, പ്രധാനമന്ത്രി രാജിവെക്കുന്നു. അവിടെ പാർലമെൻറ്റും മറ്റ് കെട്ടിടങ്ങളൊക്കെ കത്തിക്കുകയാണ്. അങ്ങനെ വലിയ ജൻസി പ്രക്ഷോഭം ആണ് നടക്കുന്നത്. അപ്പോൾ രസകരമായൊരു കാര്യം, ഇവിടെ ഇന്ത്യയിൽ ചില പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതായത് നേപ്പാൾ, ശ്രീലങ്ക, ജപ്പാൻ, അടുത്തത് ഇന്ത്യ എന്നുള്ള ചിന്തയോടുകൂടി വരുന്ന പലരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു? മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജൻസി പ്രക്ഷോഭം വന്നതിൻ്റെ ഒരു നാൾ വഴി നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങുന്നത് നേപ്പാള് നവ മാധ്യമങ്ങളെ നിരോധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ്. നവമാധ്യമങ്ങളെ നിരോധിച്ചത് എന്തുകൊണ്ടാണെന്ന് ആരും പറഞ്ഞില്ല. നവമാധ്യമങ്ങളെ നിരോധിച്ചതെന്ന് പറഞ്ഞാൽ ഒരു കലാപ ആഹ്വാനം അതിൻ്റെ അകത്ത് ഉണ്ടാവുകയും ദേശവിരുദ്ധതയെ ജനറലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥ നവമാധ്യമങ്ങളിലെല്ലാം വരുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നവമാധ്യമങ്ങളെ ബാൻ ചെയ്തത്. നമ്മൾ ഒരാൾ ദേശവിരുദ്ധത പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം അതിനെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത സപ്രസ്സായി പോകും. ദേശവിരുദ്ധത പറയുന്നതിന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് മുമ്പോട്ട് വരികയും അതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താ അങ്ങനെ പറഞ്ഞാൽ എന്ന ഒരു ലൈനിൽ വന്നു കഴിഞ്ഞാൽ അത് ജനറലൈസ് ആയിപ്പോവും, നോർമലൈസ് ആയിപ്പോവും. ആ കളി മുന്നേ കണ്ടിട്ടാണ് നേപ്പാൾ ഇതിനെ ബാൻ ചെയ്യുന്നത്. അങ്ങനെ ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവർക്കൊരു കാരണം കിട്ടിയത്. ഇവിടെ നേപ്പാളിൽ നവമാധ്യമങ്ങളെ ബാൻ ചെയ്തതായിരുന്നു കാരണമെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിൽ അവിടെ ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MP-മാരുടെ ഇത് ശമ്പളം കൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കലാപം നടക്കുന്നത്. ഇന്തോനേഷ്യ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഇതാണ്. അതും അവിടെയും അമേരിക്കയുടെ കൈയാണ്, നേപ്പാളിലും അമേരിക്കയുടെ കൈയാണ്. ഇന്തോനേഷ്യ ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നേപ്പാളിലേക്ക് വരാം. മലാക്ക സ്ട്രെയിറ്റിൽ ഭാരതം പെട്രോളിങ്ങിന് അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിംഗപ്പൂർ ഇപ്പോൾ അതിന് അനുവാദം ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. മലാക്ക സ്ട്രെയിറ്റിൽ പട്രോളിംഗ് നടത്തുന്നത് 4 രാജ്യങ്ങളാണ്: മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ. ആ കൂട്ടത്തിലേക്കാണ് ഇന്ത്യൻ നേവി അവിടെ ചെന്ന് കയറുന്നത്. മലാക്ക സ്ട്രെയിറ്റിനെ കൺട്രോൾ ചെയ്യുന്നവർ ഇന്ത്യൻ ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കൺട്രോൾ ചെയ്യും. അത് തമ്മിലുള്ള കച്ചവടമാണ് അവിടെ കൺട്രോളിലാവുന്നത്. ഒരേ സമയം ചൈനയ്ക്കും അമേരിക്കയ്ക്കും പലർക്കും ഉള്ളൊരു ചെക്കാണത്. ഇന്തോനേഷ്യ ഇപ്പോൾ ഇരിക്കുന്നത് ചൈനീസ് ഭരണകൂടമാണ്. ആ ഭരണകൂടത്തെയാണ് ഇപ്പോൾ അട്ടിമറിക്കാനായിട്ട് അവിടെ കലാപം നടക്കുന്നത്. നേപ്പാളിൽ വന്ന് ഇപ്പോഴത്തെ ഈ കലാപം കൊണ്ട് ഒരേ സമയം ചൈനയ്ക്കും ഇന്ത്യക്കും ചെക്ക് വയ്ക്കുന്ന പരിപാടിയാണത്. അപ്പോൾ അമേരിക്കയുടെ ഇടപെടലുണ്ട് അവിടെ? തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇടപെടൽ ഇല്ലാതെ നടക്കില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപുലേഖ് എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റ് വഴി ഇപ്പോൾ ഇന്ത്യ ചൈന ട്രേഡ് നടക്കാനായിട്ട് ഇതുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നേപ്പാൾ അവിടെ ഒരു ക്ലെയിം ഉള്ള ഒരു സ്ഥലമാണ് ലിപുലേഖ്. ആ ക്ലെയിമിനെ ഓൾമോസ്റ്റ് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചൈനയും ഇന്ത്യയുമായിട്ട് ലിപുലേഖ് വഴിയുള്ള, അതായത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഔട്ട് പോസ്റ്റ് വഴിയാണ് കരമാർഗമുള്ള ട്രേഡ് ഇന്ത്യയും ചൈനയും കൂടെ തുറക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ലിപുലേഖ്. നേപ്പാൾ അതിർത്തിയും കൂടെയാണ്. ഇന്ത്യ നേപ്പാൾ ചൈന അതിർത്തിയാണ്, ചൈനയല്ല ടിബറ്റ് അതിർത്തിയാണ് ലിപുലേഖ്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭം കൂടെ വന്നിരിക്കുന്നത് എന്ന് വേണം പറയാനായിട്ട്. കാരണവുമുണ്ട്. ഈ നേപ്പാളിൽ ഇപ്പോൾ ഉള്ള പ്രോ കമ്മ്യൂണിസ്റ്റ് നക്സലൈറ്റ് സർക്കാരിനെ അല്ലെങ്കിൽ മാവോയിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കി കഴിഞ്ഞിട്ട് അമേരിക്കൻ പാവ സർക്കാരിനെ അവിടെ വെച്ചിട്ട് വേണം ആ നേപ്പാളിനെ ഒരു ഗാസയാക്കി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്ക് കൊണ്ട് നിർത്താനായിട്ട്. അതാണ് അമേരിക്കയുടെ താല്പര്യം. വളരെ സിമ്പിളാണ്. ബംഗ്ലാദേശിലൊരു പാവ, നേപ്പാളിലൊരു പാവ. ഇത് രണ്ടും ഗാസയാണ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഒരു പാവ, പടിഞ്ഞാറ്, ഇപ്പുറത്ത് വടക്ക് കിഴക്ക് 2 പാവമാരായി. ഇപ്പോൾ ബംഗ്ലാദേശ്, നേപ്പാള്. എങ്ങനെയുണ്ട്? രസല്ലേ? അതെ. പക്ഷേ ഇത് എൻ്റെ ചോദ്യം പ്രധാനമായിട്ടും അതല്ല. ഈ ശ്രീലങ്ക
ഇനിയിപ്പോ ഇന്ത്യയിലേക്ക് വരാം. ശ്രീലങ്ക, ബംഗ്ലാദേശ് എവിടെയൊക്കെ പ്രധാനമന്ത്രിയൊക്കെ ഓടിച്ചു അവിടെ ഇതൊക്കെ നടന്നപ്പോൾ ഇന്ത്യയിൽ ഇത് നടക്കുമോ എന്നുള്ള സ്വപ്നം വെച്ചിട്ട് പല ആളുകൾ ഇരിക്കുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നും നടക്കാത്തത് എന്നൊക്കെ പലരും പോസ്റ്റ് ഇടുന്നുണ്ട്. അത് അവർക്ക് ഇന്ത്യയെ നരേന്ദ്രമോദി അറിയാഞ്ഞിട്ടാ. മോദിജിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ട്രംപ് ചെയ്തത്. അങ്ങനെ ഇപ്പം അതിന് വെള്ളം കുടിക്കുന്നുണ്ട്. ലോകം മുഴുവൻ മോദിജിയുടെ അനുകൂലമായിട്ട് നിൽക്കുകയും അമേരിക്കക്കാർ പോലും പറയുന്നത് വിവരക്കേടാണ് ഈ കാണിക്കണതെന്നാണ്. അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാരുടെ ഉപദേഷ്ടാവുമാരുൾപ്പെടെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ എക്കണോമിസ്റ്റുകളും, നോബൽ സമ്മാനം മേടിച്ച എക്കണോമിസ്റ്റുകൾ ഉൾപ്പെടെ ട്രംപിനെ കുറ്റം പറയുകയാണ്. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് ദാറ്റ് ദർ ഇസ് എ മെത്തേഡ് ഇൻ ദിസ് മാഡ്നസ്. കാരണം ട്രംപ് അധികാരത്തിലേറിയത് ജനുവരിയിലാണല്ലോ. ആദ്യത്തെ 3 മാസം കൊണ്ട് അമേരിക്ക കടമെടുത്തിരിക്കുന്നത് 700 ചില്ലാനും ബില്യൺ ഡോളറാണ്. അത് കഴിഞ്ഞിട്ട് 5-ാം മാസം മെയ്യിൽ അക്കൗണ്ട് ഡെഫിസിറ്റ് 450 ബില്യൺ ഡോളറാണ്. ഓൾമോസ്റ്റ് 2 ട്രില്യൺ ഡോളറാണ് 2024 ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ഇതൊക്കെ ഈ കടം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വലിപ്പത്തിൽ അത് പെരുകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അമേരിക്കയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. മുന്നോട്ട് പോകാനല്ല, പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. അതായത് മെയ് 2025 കണക്കനുസരിച്ച് 450 ബില്യൺ ഡോളറാണ് അമേരിക്കയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. അതായത് 450 ബില്യൺ ഡോളറിനുള്ള എന്താ പറയുക സാധനം മേടിച്ചു, കൊടുക്കാൻ പൈസ ഇല്ല. സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊടുക്കാൻ ബാങ്കിൽ കാശില്ല, പേയബിൾ അല്ല. അത് 2024 ബഡ്ജറ്റ് ചെയ്തതും ചെലവും ആയിട്ട് 2 ട്രില്യൺ ഡോളറിന്റെ വ്യത്യാസം. അതായത് 1000 ബില്യൺ ഡോളറിന്റെ വ്യത്യാസം. 1000 ബില്യൺ ഡോളറിന്റെ വ്യത്യാസം. 100 കോടിയാണ് 1 ബില്യൺ. അതെ, ചിന്തിക്കാൻ പറ്റാത്ത സംഖ്യയാണ്. ചിന്തിക്കാൻ പറ്റാത്ത സംഖ്യയാണ്. അതിന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ട്രംപ് എങ്ങനെ പിടിച്ചിരിക്കും? അങ്ങനെ കേറിയത് നല്ല സമയത്താ, നല്ല പണി കിട്ടുന്ന സമയത്താണ്. അയ്യോ, നല്ല പണിയായിട്ട്. ഇതിന്റെ അകത്തെ പല ഈ 2024 ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് പല കാലങ്ങളായിട്ട് വന്നിരിക്കുന്നതാണ്. മാത്രമല്ല, ഈ അമേരിക്ക ഉക്രൈനെ സഹായമായിട്ട് ഇടയ്ക്ക് ഒരു തുക പ്രഖ്യാപിച്ചിരുന്നത് എത്ര ട്രില്യനായിരുന്നു? അതെനിക്ക് ഓർമ്മയുണ്ട്, വലിയ വലിയ തുക. അത് 2-3 ട്രില്യനാണ്. ഏതാണ്ട് 3 ട്രില്യനോളമാണ് ബൈഡന്റെ കാലത്ത് സഹായമായിട്ട് പ്രഖ്യാപിച്ചു. അന്ന് കോൺഗ്രസിലൊക്കെ പോയിട്ട് ഇത് റാറ്റിഫൈ ഒക്കെ ചെയ്തതാണ്. അതിനൊന്നും കൊടുക്കാൻ കാശില്ല. മറ്റേ ഒരുമാതിരി കേരള സർക്കാർ പ്രഖ്യാപിക്കുന്ന പോലെ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ കാശ് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കണേ. അപ്പോൾ അതായത് ഇപ്പോൾ അമേരിക്കയുടെ ഉദ്ദേശങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല, വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഇന്ത്യ അമേരിക്ക പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ കേൾക്കാത്ത സർക്കാരിനെ താഴെ ഇറക്കണം. ഈ 2 ഓപ്ഷനാണ് അമേരിക്കയ്ക്കുള്ളത്. അതെ. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഒപ്പം നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇവിടുത്തെ മോദി വിരുദ്ധർക്ക് അല്ലെങ്കിൽ BJP വിരുദ്ധർക്ക്, പ്രതിപക്ഷത്തിന് ഇലക്ഷനിലൂടെ ജയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ വക ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞിടങ്ങി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് താഴെ ഇറക്കാൻ കഴിയുമോ എന്നുള്ളതിന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ, അത് മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ട്വിറ്ററിലും ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലതും നടക്കുമോ? അങ്ങനെ ഓൾറെഡി ശ്രമിച്ചു. 2 ശ്രമം കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ നേപ്പാളില്, ശ്രീലങ്കയില്, ബംഗ്ലാദേശിൽ നടന്ന പോലെ ജനം തെരുവിൽ ഇറങ്ങിയിട്ടില്ല. ജനം തെരുവിൽ ഇറങ്ങാത്ത എന്താ തെരുവിൽ ഇറക്കാത്തത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ ജനം എന്ന് പറയുന്നത് അവർക്ക് ഒരു കോൺഷ്യൻസ് ഉണ്ട്, അവർക്കൊരു മനസാക്ഷിയുണ്ട്. മനസാക്ഷി ഇല്ലാത്ത ഒരു പണിക്കും ജനത്തിനെ തെരുവിലിറക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കർഷകർക്കും ക്ഷീര കർഷകർക്കും മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്ന തൊഴിലാളികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു പ്രധാനമന്ത്രി 140 കോടി ജനത്തിന്റെ ഇൻട്രസ്റ്റ് സേവ് ചെയ്യാനായിട്ട്, അവരുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പ്രധാനമന്ത്രിയുടെ താഴെ ഇറക്കാനായിട്ട് ജനം തെരുവിലിറങ്ങുമെന്നാണോ വിചാരിച്ചത്? അത്രയ്ക്ക് പൊട്ടന്മാരാണോ ഇന്ത്യക്കാര്? എൻ്റെ പൊന്നു വായത്തെ
ഇന്ത്യക്കാർ വളരെ പൊളിറ്റിക്കലി വളരെ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയ സാക്ഷരതയുള്ള മനുഷ്യരാണ് ഇന്ത്യക്കാർ. വേറൊരു കാര്യയുടെ വായത്ത് ഒന്ന് കേൾക്കണം. അതായത് നമ്മൾ ഇന്ന് പറയുന്ന വികസിത രാഷ്ട്രം എന്ന് പറയുന്ന പല രാഷ്ട്രത്തെയും പോളിംഗ് ശതമാനം ഒന്ന് എടുത്തു നോക്കി. 30, 40, 50 തികക്കിയല്ല. 50 തികക്കിയല്ല. നമ്മുടെയോ ഓരോ ബൂത്തിലും 70, 75% വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ അവർ ഈ വോട്ടിങ്ങിൻ്റെ അകത്ത് അവർ പങ്കെടുക്കും. അത് ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. ദേ ആർ പൊളിറ്റിക്കലി ലിറ്ററേറ്റ്. അതെ, അവർ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് രാഷ്ട്രീയവും രാഷ്ട്രവുമായിട്ട് വലിയ വ്യത്യാസമൊന്നും, അതായത് അത് രാഷ്ട്രീയം നമുക്കുള്ളതല്ല എന്ന് പറയുമെങ്കിൽ പോലും രാഷ്ട്രീയത്തിൻ്റെ അകത്തൊരു ഭാഗഭാക്കാകുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. അവർക്ക് ഈ സംഗതികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവരിത് പൊട്ടന്മാരല്ല. ഭാരതത്തിലെ ജനങ്ങളെ പൊട്ടന്മാരായിട്ടാണ് ഇവരൊക്കെ കണക്ക് കൂട്ടുന്നത്. അല്ല. അതെ, അതായത് ഈ രാഷ്ട്രീയവും രാഷ്ട്രവും എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ പറഞ്ഞത് കറക്റ്റാണ്. രാഷ്ട്രീയം അതൊട്ടും വേറിട്ട് നിൽക്കുന്ന സംഗതിയല്ല. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്തായാലും ഈ പറയുന്ന എല്ലാവരും ചിന്തിക്കുന്ന പോലെ ശ്രീലങ്കയിൽ നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ നേപ്പാളിൽ നടക്കുന്ന പോലെയോ ബംഗ്ലാദേശിൽ നടക്കുന്ന പോലെയോ ഒരു കലാപവും ഇവിടുത്തെ ഭരണാധികാരികളെ താഴെ ഇറക്കലും ഒക്കെ അത്ര എളുപ്പമുള്ള സംഗതിയാണെന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ഇങ്ങോട്ട് ഒരു ശരാശരി ഭാരതീയൻ അവൻ പല രീതിക്കും നരേന്ദ്രമോദിയോട് പോലും പൊളിറ്റിക്കലി എതിർപ്പുള്ള പാർട്ടിക്കാരായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരിക്കാം, കോൺഗ്രസ്സുകാരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ലീഗ്, അങ്ങനെ ഏത് പാർട്ടി ആയിക്കോട്ടെ. എന്നാൽ പോലും ഒരു ശരാശരി ബോധമുള്ള ഒരു ഭാരതീയനും നരേന്ദ്രമോദിയെ തള്ളി പറയുകയല്ല. പ്രധാനമന്ത്രിയുടെ പുറകിൽ അണിചേർന്ന് നിൽക്കാനായിട്ട് ഒരു സാധാരണ ജനവും നോക്കുന്നുള്ളൂ. കാരണം ദേ ആർ പ്രൗഡ്. ഓപ്പറേഷൻ സിന്ദൂറിനെ ഹാൻഡിൽ ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ജനതയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഭാരതീയൻ ആത്മാഭിമാനം കൊണ്ട് പുളകിതനായിട്ട് നിൽക്കുകയാണ്. ഒരു ശരാശരി ഭാരതീയന് അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ട്രംപ് വന്ന് മീശ വിരിച്ചു. ഇല്ലാത്ത മീശയാണെങ്കിൽ പോലും അതിന് നമ്മൾ നിന്നു കൊടുത്തില്ല എന്ന് മാത്രവുമല്ല, എൻ്റെ രാജ്യത്തെ ജനങ്ങളുടെയും കർഷകരുടെയും മത്സ്യബന്ധന തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും പാൽ ഉൽപ്പാദിപ്പിക്കുന്നവരുടെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെയൊക്കെ താല്പര്യങ്ങൾ ഞാൻ സംരക്ഷിക്കും, അതിനു വേണ്ടിയിട്ട് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനെ താഴെ ഇറക്കാനായിട്ട് ആരെ കൊണ്ട് ജനത്തെ വഴിയിലിറക്കാൻ പറ്റില്ല. അവൻ്റെ മനസാക്ഷി സമ്മതിക്കില്ല. ഒരു സാധാരണ മനുഷ്യന്റെ മനസാക്ഷി സമ്മതിക്കില്ല. നടക്കില്ലപ്പാ, അത് നടക്കില്ല. വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അതായത് ഇന്ത്യ പോലൊരു രാഷ്ട്രത്തെ ശ്രീലങ്കയെ പോലെയും നേപ്പാളിനെ പോലെയും ബംഗ്ലാദേശിനെ പോലെയും ഒന്നും കാണാൻ കഴിയില്ല. അതിനകത്ത് അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു രാഷ്ട്രമൊന്നും അല്ല ഇന്ത്യ. പ്രത്യേകിച്ച് പലപ്പോഴും എല്ലാവരും കേരളത്തിൻ്റെ ഒരു ഇതിൽ നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു മൊത്തം രാജ്യത്തെയും നോക്കി കാണുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. കേരളത്തിൽ പോലും നടക്കില്ല. കേരളത്തിൽ നടക്കില്ല. നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായിട്ടെന്ന രീതിക്ക് നാളെ ഈ എറണാകുളത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കോഴിക്കോട് ഒരു റാലി നടത്താൻ പറ്റുമോ? ഒരു റാലി, ബാക്കി ഓൾ ഓവർ ഇന്ത്യ ഒന്നും വേണ്ട, ഒരു റാലി ഒരു 10,000 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് നടക്കില്ല. താഴെ ഇറക്കണമെന്ന് ഉള്ളതായിരിക്കും. അതായത് ബീഹാർ പ്രതിഷേധം നടക്കും. ബീഹാർ തെരഞ്ഞെടുപ്പ് പോലെ ഒരു തെരഞ്ഞെടുപ്പിനെ കൊണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു റാലി ആയിരിക്കരുത്. നരേന്ദ്രമോദി താഴെ ഇറങ്ങുക, രാജിവെക്കുക എന്നുള്ളത് മാത്രമായിട്ട് ഒരു റാലി ഇന്ത്യയിലെ ഒരു പട്ടണത്തിൽ നടത്താൻ പറ്റില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ആള് കൂടില്ല, നടക്കില്ലത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടില്ല. ബീഹാറിലെ റാലി നിർത്തിയിട്ട് രാഹുൽ മോൻ തായ്ലൻഡിൽ ചെന്നിറങ്ങി അവിടുന്ന് മലേഷ്യയിലെത്തി. മലേഷ്യയിൽ ഇന്ന് രാഹുൽ ഗാന്ധി മലേഷ്യയിലുള്ള സമയത്ത് ജോർജ് സോറോസിന്റെ മകൻ അലക്സാണ്ടർ സോറോസ് മലേഷ്യയിലുണ്ട് അയാളുടെ പാകിസ്ഥാനി ഭാര്യയോട് കൂടിയിട്ട്. അതല്ല, പിന്നെ ഇത് വെറും ഒരു എന്താ പറയുക കോയിൻസിഡൻസ് മാത്രമാണല്ലോ. TG കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു പ്രശ്നവും പറഞ്ഞിട്ട് ഇയാൾ പിന്നെ ബീഹാർ യാത്ര ചെയ്തിട്ട് ഇയാളെ പിറ്റേന്ന് ഈ ഇന്ത്യ വിടുമെന്ന് പറഞ്ഞു. വിട്ടു. അതുപോലെ പറ്റി. അല്ല, അത് വേറൊന്നുമല്ല, സ്ഥിരം പരിപാടിയാണെന്ന് മാത്രവുമല്ല. ഇപ്പോ രാഹുൽ ഗാന്ധി ചെയ്തത് എന്താ? ഇവിടെ നിന്ന് നേരെ തായ്ലൻഡിൽ പോകാനായിട്ട് വിസയും വേണ്ട, ഒന്നും വേണ്ട, പാസ്പോർട്ട് ഒന്ന് കാണിച്ചു വെച്ചാൽ മാത്രം മതി. അവിടെ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് കരമാർഗം മലേഷ്യയിലെത്തി.
കൃത്യം ഈ സമയത്ത് അലക്സാണ്ടർ ജോർജ് സോറസിന്റെ മോൻ മലേഷ്യയിലുണ്ട്, അങ്ങനെ പാകിസ്ഥാനിയായിട്ടുള്ള ഭാര്യയുടെ കൂടുതൽ. ആ കല്യാണത്തിന് മറ്റേ രാഹുൽ ഗാന്ധി പോയതാ ഭക്ഷണം കഴിക്കാനായിട്ട്. കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കും സദ്യ വയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ചോദിച്ചതിന് ഒരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പോസ്റ്റുകൾ മലയാളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റ്, അത് നാളെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അതായത് ഇന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. CP രാധാകൃഷ്ണൻ അദ്ദേഹം ഉപരാഷ്ട്രപതിയായി. BJPയിലെ മോദി അമിത്ഷാ വിരുദ്ധർ ക്രോസ് വോട്ട് ചെയ്ത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയെ വിജയിപ്പിക്കും എന്ന കിംവദന്തി പരക്കുന്നുണ്ട്. പരന്നോട്ടെ. നിതിൻ ഗഡ്കരിയും മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും മോദിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, പൊളിറ്റിക്സ് ആണ്, നമുക്ക് അങ്ങനെയൊക്കെ പറയാം. റെഡ്ഡി ജയിച്ചാൽ എന്ത് സംഭവിക്കും? റെഡ്ഡി ജയിച്ചാൽ രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് പോകും. ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് വായിക്കുന്നതെന്നറിയോ? ഈ മനസ്സതിയുള്ള ഒരുപാട് പേരുടെ മനസ്സാണ് ഇതിലേക്ക് പുറത്തു വരുന്നത്. ഒരുപാടൊന്നും കാണുമല്ല, ഒരു കുറച്ച് പേരുണ്ടാവും. ഈ മനസ്സതിയുള്ള കുറച്ച് പേര് രാജ്യത്ത് അവിടെ എവിടെയൊക്കെ ഉണ്ട്. അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും. രാജ്യസുരക്ഷാ മുദ്രാവാക്യത്തിന്റെ മറവിൽ പ്രതിപക്ഷ നേതാക്കളുടെ വായ മൂടിക്കെട്ടും, പലരും ജയിലിലാകും. ഭരണം മാറിയാൽ മോദിയും നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും ജയിലിലാകും. അത് ഉറപ്പാണ്. RSS കെട്ടിപ്പടുത്ത ഹിന്ദു രാജ്യ മനക്കോട്ടകൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി മാറും. കോർപ്പറേറ്റ് ഹിന്ദുത്വയുടെ ആപ്പീസ് പൂട്ടും. അത് അംബാനി അദാനിയാണ് ഉദ്ദേശിച്ചത് ആയിരിക്കാം, പക്ഷെ അതുണ്ടാവില്ല. ഒരു മിനിറ്റ്. പകരം ഭരണം കൈവിടാതിരിക്കാൻ ഹിന്ദുത്വ കോർപ്പറേറ്റുകൾ രാജ്യത്തെ ബലി കൊടുക്കും. ബെസ്റ്റ്. എങ്ങനെയുണ്ട്? അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇതെന്തോ ഗാന്ധി കുടുംബം എന്നാണോ വിചാരിച്ചത്? അതിന്റെ ആവശ്യം എന്തുവാ? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ NDAയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തേണ്ട ആവശ്യം എന്തുവാ? അല്ല, എങ്ങനെ പരാജയപ്പെടുത്തും? അതിപ്പോ എങ്ങനെയായിക്കോട്ടെ. അല്ല, പരാജയപ്പെട്ടില്ല, അത് വേറെ വിഷയം. അത് പരാജയപ്പെടാൻ പോകുന്നില്ല, ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഇതിപ്പോ ഇങ്ങനെ അല്ല, എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നതാണ്, എഴുതിയ ആൾ തന്നെ പറയുന്നു മലർപ്പൊടിക്കാരന്റെ മധുര സ്വപ്നമായിട്ട് അവശേഷിക്കും. അപ്പൊ ഇത് സെൽഫ് കോൺട്രഡിക്ഷൻ അല്ലേ? അതല്ല, ഇതില് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം 2014 ശേഷമുള്ള കുറേ കാര്യങ്ങൾ പലതും മറന്നുപോയിട്ടുണ്ട് പലരും. രോഹിത് വെമുല വിഷയം, അത് എന്തൊക്കെയായിരുന്നു? ഭയങ്കരമായിട്ട്. അല്ല, അത് ഈ പറഞ്ഞ പോലെ എന്നിട്ട് അതെന്തായി? ശ്രമമാണ്. എന്നിട്ട് അതെന്തായി? അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ അവസ്ഥ, അത് വിധികൾ, ഇതെല്ലാം പുറത്തു വന്നു. പക്ഷെ അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. രോഹിത് വെമുല ദളിത് അല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഇത് വരെ പുറത്തു. അന്ന് ദളിതനായ രോഹിത് വെമുലയെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മൊത്തത്തിൽ എന്തൊക്കെ നടന്നു. അത് കഴിഞ്ഞ് ദാദ്രി വിവാദം, ഉത്തർപ്രദേശിലുള്ള കൊലപാതകങ്ങളുമായിട്ട് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ, എന്തൊക്കെ കത്തുവ, മറ്റേ ബേക്കറി കലാപം തുടങ്ങിയ സംഗതികളുണ്ടായ. അപ്പോൾ ബേക്കറി കലാപം അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര ശ്രമങ്ങൾ, അതെ, എത്രയെത്ര ശ്രമങ്ങൾ ഒന്നും പിടിക്കുന്നില്ല. കാരണം ഇതിന്റെ ഈ ഞാൻ പറഞ്ഞില്ലേ, പൊളിറ്റിക്കലി ഭയങ്കര ലിറ്ററേറ്റ് ആണ്, ഭയങ്കര സാക്ഷരതയുള്ള ഒരു ജനതയാണ് ഇന്ത്യയിലുള്ളത്. ഈ അഭ്യാസങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് ഉണ്ട്. പിന്നെ കുറച്ച് പേര് അവർക്ക് ഇല്ലാത്ത സംഗതിയാണ് കോമൺ സെൻസ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറയാൻ പറ്റത്തില്ല. തീർന്നില്ല. അതിൽ വേറെ കുറെ കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞാൽ ഇവിടെ മോദി 10 ജന്മം കഴിഞ്ഞാലും ജനിച്ചാലും 370-ാം വകുപ്പ് എടുത്ത് കളയാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അബ്ദുള്ളാക്കയാണ്. അതെ, 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞാൽ ഇവിടെ അതെ ഭൂകമ്പം ഉണ്ടാവും പറഞ്ഞു. പുഷ്പം പോലെ എടുത്ത് മാറ്റി. ആരും അറിഞ്ഞുകൂടിയില്ല, ആർക്കും ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. നരേന്ദ്ര ദാമോദാസ് മോദി ഒരു കാര്യം ചെയ്യുമ്പോൾ ഹോംവർക്ക് ആദ്യം ചെയ്തു. ആ ഹോംവർക്ക് ചെയ്ത് തീർത്ത് ഓരോ സ്റ്റെപ്പിനും എന്താണ്, എങ്ങനെയാണ്, ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് ഓരോരുത്തർക്കും വീതിച്ച് കൊടുത്തിട്ടാണ് ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്ത് കളഞ്ഞത്. ആ സമയത്ത് ഒരുമാതിരി എണ്ണയിട്ട യന്ത്രം പോലെയെന്ന് ലിറ്ററലി
അങ്ങനെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു, പുല്ലുപോലെ എടുത്ത് കളഞ്ഞ. കണ്ടു നിന്നവർക്ക് എന്താ സംഭവം എന്ന് പോലും മനസ്സിലായി അറിഞ്ഞില്ല. പോയതിനു ശേഷമാണ് മനസ്സിലായത് പോയെന്ന്. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായിട്ട് ഓരോ സിനാരിയോയ്ക്കും എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്ലാനിങ്, ആ ഹോംവർക്ക്, ആ പ്രിസിഷൻ. അതുപോലെ അയോധ്യ വിധി വരുമ്പോഴും കത്തും എന്ന് പലരും കരുതിയിരുന്നു. ഒന്നും സംഭവിച്ചില്ല. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയർന്നു, ആർക്കൊന്നും പറയാനില്ല, ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ പേരിൽ ഒന്നും ഉണ്ടായില്ല. ഒരുപാട് പേര് പലരും പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം, ഒന്നും നടന്നില്ല. അത് ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഉണ്ടായി നടന്നു. അതിൻ്റെ പേരിൽ ഇതുപോലെ നേരത്തെ ഇതിൻ്റെ അകത്ത് പല സിറ്റുവേഷനിലും ഒരു കലാപം ഉണ്ടാവണേ എന്ന് ഈ പോസ്റ്റ് എഴുതിയ മഹാനുഭാവനെ പോലെ പലരും തന്നെയാണല്ലോ ഉദ്ദേശിച്ചത്. അയാളെ മഹാനുഭാവൻ എങ്കിലും വിളിച്ചില്ലെങ്കിൽ. അതെ, അല്ല, അപ്പൊ അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒരു നിരാശയിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഈ വളരെയധികം വലിയ പരിതാപകരമായ അവസ്ഥയിലാണ്. അതായത് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷത്തെ പല രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, രാഷ്ട്രീയം മാറ്റിവെച്ച് രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, നിരവധി പേര്, പല നേതാക്കളും ഇന്ന് ഈ എന്താ പറയുക, രാഷ്ട്രത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒപ്പമുണ്ട് എന്നുള്ളതും ഇവരെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം, ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സിനാരിയോ പറയാം. ഇപ്പോൾ ഡൽഹിയിലുള്ള കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളെ മാത്രം എടുത്തിട്ട് അവർക്ക് രഹസ്യമായിട്ടൊരു സംവിധാനം ഒരുക്കുക ഒന്ന് വോട്ട് ചെയ്യാനായിട്ട്. നരേന്ദ്രമോദി ശരിയോ തെറ്റോ, അദ്ദേഹത്തെ താഴെ ഇറക്കണോ വേണ്ടയോ എന്ന് ഇവർക്കൊക്കെ ഒന്ന് രഹസ്യമായിട്ട്, അതായത് ആര് വോട്ട് ചെയ്തതെന്ന് ആർക്കും മനസ്സിലാവരുത്, അങ്ങനെ ഒരു കോൺഫിഡൻഷ്യാലിറ്റിയുടെ പുറത്ത് ഇന്നൊരു വോട്ട് ചെയ്തിട്ട് മനസാക്ഷി വോട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ടിൻ്റെ അകത്ത് പോലും രാഹുൽ ഗാന്ധിയുടെ പക്ഷം ജയിക്കില്ല. സത്യമാണത്. ആ കോൺഗ്രസിന്റെ തലമൂത്ത നേതാക്കൾ മാത്രം എന്നാ പോലും അത് പറ്റില്ല. ഇടതുപക്ഷത്തിന്റെയും പലരും ഉണ്ട്. സിറ്റുവേഷൻ അതാണ്. ഗതികേട് കൊണ്ട് മോദിയെ കുറ്റം പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പല കുറ്റങ്ങളും പറയുന്നു എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ ഇവർക്കൊക്കെ അറിയാം മോദി ചെയ്യുന്നത് പോലെ ഇത് ഇത്ര കൃത്യവും വൃത്തിയായിട്ട് വേറൊരു മനുഷ്യൻ ഇന്നുവരെ ചെയ്തിട്ടുമില്ല, ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾ വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇവർക്കൊക്കെ അറിയാം. ഇനിയിപ്പോൾ അമേരിക്കയുടെ ഫണ്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളുടെ ഫണ്ടിങ് സ്വീകരിച്ചുകൊണ്ട് ആർക്കെങ്കിലും കലാപം നടത്തണമെന്ന് തോന്നിയാൽ, അങ്ങനെ തോന്നിയാൽ നമുക്ക് ഓർമ്മിക്കാനുള്ളത് നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന KT തോമസിൻ്റെ വാക്കുകളാണ്. അതായത് 4 പില്ലേഴ്സാണ് നമ്മുടെ രാഷ്ട്രത്തെ താങ്ങി നിർത്തുന്നത്. 1 നമ്മുടെ ഭരണഘടന, 2 നമ്മുടെ ജുഡീഷ്യറി, 3 നമ്മുടെ സൈന്യം, 4 അത് RSS ആണ്. അത് RSS എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ എന്താണ് അതിൻ്റെ സംവിധാനം എന്നുള്ളത് പലപ്പോഴും അറിയാത്തതുകൊണ്ടായിരിക്കാം, അറിയില്ല. എന്തായാലും ഈ രാഷ്ട്രത്തിൽ എവിടെയൊക്കെ ഏത് മുക്കിലും മൂലയിലും എപ്പോൾ ഒരാവശ്യമുണ്ടെന്ന് കണ്ടാലും സ്വമേധയാ ഇറങ്ങാൻ, ആ വാക്കിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. ആരും പറഞ്ഞ് ഇറക്കണം എന്നുള്ളതല്ല, സ്വമേധയാ. അതായത് RSS എന്ന് പറയുമ്പോൾ സ്വപ്രേരണയാലേ രാഷ്ട്രഹിതത്തിന് വേണ്ടി അവനവൻ ഞാനെന്നുള്ള ചിന്തയല്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ കഴിവുള്ള കോടികളാണുള്ളത്. അങ്ങനെ ഇറങ്ങാനായിട്ട് അത്രയും അംഗബലമുള്ള ലോകത്ത് ഏറ്റവും വലിയ സംഘടനയാണ്. അപ്പോൾ ഈ 4 സംവിധാനങ്ങളെ തകർത്തിട്ട് വേണം ഇവിടെ ഈ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ട് അധികാരത്തിലേറിയ ഭരണകൂടത്തെ പുറത്താക്കാനും കഴിയും. അത് അത്ര എളുപ്പമല്ല. കാരണം ഈ കോടിക്കണക്കിനായിട്ടുള്ള, അതായത് രാഷ്ട്രത്തിനെതിരെ ഒരു വരി ഉയർന്നാൽ ആ സമയം തന്നെ അനുകൂലമായിട്ട് 10 വരികൾ ഉയർന്നു വരും. അതിനകത്ത് ഒരു സംശയവുമില്ല, യാതൊരു സംശയമില്ല, നടക്കില്ല. അത് ഉണ്ടാകാതിരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ ഇതുണ്ടാകും. ആ വരികൾ ഉയർന്നു വരും, കൈകൾ ഉയർന്നു വരും. അപ്പോൾ എങ്ങനെ, അതായത് ഒരു രാഷ്ട്രത്തെ തകർക്കണമെങ്കിലും അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കണമെങ്കിലും ജനങ്ങൾ വിചാരിച്ചാൽ നടക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊരു ദുരുദ്ദേശ്യപരമായിട്ട് ചെയ്യാൻ കുറേ പേരിറങ്ങിയാൽ അതിൻ്റെ 10 ഇരട്ടി ആളുകൾ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ഇറങ്ങും എന്നുള്ളിടത്താണ് ഭാരതത്തിൻ്റെ വ്യത്യാസം. മാത്രമല്ല വായുത്തെ ഒരുമാതിരി ചിന്തിക്കാൻ ശേഷിയുള്ളവൻ ചിന്തിക്കുന്നത് നനച്ചാൽ ഞാൻ പുലിയെ പിടിക്കും, മരിച്ചാലും നനയ്ക്ക് വട്ടെ എന്നുള്ള രീതിക്കാണ്. അതെ, അങ്ങനെ വിചാരിക്കൂ. കാരണം
വിചാരിച്ചാലല്ലേ ഇറങ്ങേണ്ട പുലിയെ പിടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ല, ഇത് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സംഗതികൾ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ മാറണം. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് തല്ല് മേടിക്കണ്ട, തൊള വീഴാതിരുന്ന ഭാഗ്യം. അതെ, അത്രയേ ഉള്ളൂ. അപ്പോഴൊക്കെ വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യം ട്രംപ് പറഞ്ഞു മോദി ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന്, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അത് ട്രംപ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനോട് സർവ്വ മനുഷ്യരും, അതായത് അമേരിക്കയിലും ഉണ്ടല്ലോ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള മനുഷ്യർ, അവർ പോയിട്ട് ട്രംപിനോട് പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഒരു വ്യവസായികളുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫറൻസിൻ്റെ അകത്ത് വ്യവസായികൾ ട്രംപിനോട് ഏകസ്വരത്തിൽ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് അതിനെ റീസെറ്റ് ചെയ്ത്, ആ ബന്ധം റീസെറ്റ് ചെയ്ത് പഴയ പോലെ ആക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പ്രശ്നം തീർത്ത് നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കച്ചവടം നടത്താൻ പറ്റില്ല എന്ന്. ഇപ്പോൾ ഇതാ ആൾക്കാർ പറയുന്നുണ്ട്, മറ്റേ ട്രംപ് തന്നെ ട്രംപിൻ്റെ ഭരണകൂടത്തിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് ഐ.ടിയിൽ താരിഫ് അടിക്കാൻ പോകുന്നത്. ഐ.ടിയിൽ താരിഫ് അടിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിന് നഷ്ടം ഉണ്ടാകും, യാതൊരു സംശയമില്ല. കോടിക്കണക്കിന് മനുഷ്യരുടെ ഉപജീവന മാർഗം തന്നെ പ്രശ്നത്തിലാണ്, അതൊന്നും സംശയമില്ല. അതേപോലെ തന്നെ അമേരിക്കയിൽ കോടിക്കണക്കിന് കമ്പനികളുടെ ഇതും എന്താ പറയുക ഡെയിലിയുള്ള ഓപ്പറേഷൻസ് തന്നെ അഫക്റ്റഡ് ആവുകയും ചെയ്യും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതുകൊണ്ട് ട്രംപ് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ താരിഫൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അങ്ങേരുടെ ഈ കടവും ബാക്കിയുള്ള ഈ പൈസയൊക്കെ മാറാനുള്ള പൈസ പിരിഞ്ഞു കിട്ടുമെന്നാണ് വിചാരിച്ചത്. സത്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ഈ മോദി ആർ യു ഓക്കെ മിസ്റ്റർ ട്രംപ് എന്ന് ചോദിച്ചതിൻ്റെ ആ ഒരു ചുരുക്കം കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 25% നമുക്ക് കൂടുതൽ അടിച്ചു തന്നു. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഉദ്ദേശിച്ച പോലെ പൈസ പിരിഞ്ഞു വരുന്നില്ല. ഇപ്പൊ തന്നെ പറയുന്ന കണ്ട് 150-200 ബില്യൺ മാത്രമേ വന്നുള്ളൂ. 2 ട്രില്യൺ അങ്ങേർക്ക് വരേണ്ടത്. 2000 രൂപ കിട്ടേണ്ടടുത്ത് 200 രൂപയാണ് കിട്ടിയേക്കണത്. ബാക്കി ഇനി എവിടെ നിന്നുണ്ടാക്കും? വരണ്ടേ ഇതിങ്ങോട്ട്. കച്ചവടമാണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ട്രേഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തീർന്നില്ല. അമേരിക്കയിലെ വിലക്കയറ്റം ലോകത്തിലെ ഏറ്റവും മേജർ വിലക്കയറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ സംഖ്യകൾ അത് ഇനി അങ്ങോട്ട് പോകെ അത് കൂടിയേ വരുള്ളൂ. ചൈനയുടെ താരിഫ് നവംബർ വരെ അങ്ങോട്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കാം. ചൈനയിൽ നിന്നാണ് നല്ലൊരു ശതമാനം സാധനങ്ങളും കയറി വരുന്നത്. അതിന് വില കൂടി. ഇപ്പൊ തന്നെ അതിനാണ്ട് നല്ലൊരു ശതമാനം താരിഫുണ്ട്. ബാക്കി കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും പ്രശ്നമാവും. ഡിസംബറോട് പോയിട്ട് നല്ല പ്രശ്നമാവും അമേരിക്ക. എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ഒരു എങ്ങനെ ഇത് മാറും? എന്തായിരിക്കും ഇനിയിപ്പോൾ അവസാനം സംഭവിക്കാൻ പോവുക? ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഒന്നാമത്തെ കാര്യം ട്രംപിന്റെ ഈഗോ അത് അലമ്പായിട്ടിരിക്കുകയാണ്. അങ്ങനെ ആകെപ്പാടാൻ മാറി. മോദിജിക്ക് അത്യാവശ്യം കലിപ്പായിട്ടിരിക്കുകയാണ്. എന്നാൽ ട്രംപ് വന്നിട്ട് മോദി എൻ്റെ ഒരു നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ ഒരു മാന്യതയുടെ പേരിൽ, ഒരു പക്വതയുടെ പേരിൽ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ നല്ല സുഹൃത്തൊക്കെയാണ് എന്ന് മറുപടിയും കൊടുത്തു. റെസിപ്രോക്കൽ എന്നൊരു വാക്ക് വളരെ കൃത്യമായിട്ട് അതായത് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ തിരിച്ചും എന്നതിന്റെ അന്നാണ് റെസിപ്രോക്കൽ എന്ന വാക്കിന്റെ അർത്ഥം. റെസിപ്രോക്കൽ എന്ന വാക്കാണ് ആ മൊത്തം ട്വീറ്റിന്റെയും മോദിജി ചെയ്ത ട്വീറ്റിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക്. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ അങ്ങോട്ട്. ഷടനോട് ഷാഠ്യം. അതാ അടിച്ചാ തിരിച്ചടിക്കും. ഷടനോട് ഷാഠ്യം. അല്ല മര്യാദയ്ക്കാണോ? മര്യാദയ്ക്ക, നല്ല മര്യാദയ്ക്ക. അത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല. ട്രംപ് ഇപ്പൊ ചെയ്തതെന്ന് ചെയ്തതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മറ്റേ ഒരു സിനിമയ്ക്കകത്ത് നരേന്ദ്രപ്രസാദ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ അവളെ ഒന്ന് വിശ്വസിച്ച് വന്നതായിരുന്നടിയെന്ന്. മീനയോട്, ഭാര്യ മീനയോട് എന്ന് പറഞ്ഞാല് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബിൽ ക്ലിന്റൺ അധികാരത്തിൽ വരുമ്പോഴാണ് ഇന്ത്യയും അമേരിക്കയുമായിട്ടൊന്ന് അടുക്കുന്നത്. അവിടെ നിന്ന് അത് പ്രോഗ്രസീവായിട്ട് ആ വിശ്വാസം അങ്ങോട്ടൊന്ന് കൂട്ടി കൊണ്ടുവന്നായിരുന്നു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും അത് വളരെ നല്ല രീതിക്ക് കൂടി വരികയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ സാധനമല്ല, ആ വിശ്വാസ്യതയാണ് പടിക്കൊണ്ട് കലമടച്ച് ട്രംപ് ഇല്ലാതാക്കിയത്. അതാണിപ്പം ഏറ്റവും വലിയ പ്രശ്നം. ആ ട്രസ്റ്റ് ഇനി ഒരിക്കലും ഉണ്ടായി വരില്ല, അറ്റ്ലീസ്റ്റ് അടുത്തൊരു 25-30 വർഷത്തേക്ക്. നമ്മൾ എല്ലാവരും ചോദിക്കും ചൈനയെ എങ്ങനെ വിശ്വസിക്കും. ചൈന ഇതിൻ്റെ ഇടയ്ക്ക് നല്ല പണി കാണിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ചൈന ഓടി വന്ന് മറ്റേ അവിടുത്തെ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ അദ്ദേഹം വന്ന് അവിടെ നിന്നാണല്ലോ ഇത് ആ ഒരു മഞ്ഞുരുകുന്നു എന്ന് പൊതുജനങ്ങൾക്ക് കാണാൻ തുടങ്ങിയത്.
അതിന് മുന്നേ തന്നെ നമ്മൾ കോമൺ പെട്രോളിങ്ങും ബാക്കി പല ഇതുമായിട്ട് അതിർത്തി തർക്കങ്ങളൊക്കെ ഒന്ന് പതിയെ ഒന്ന് നോർമലൈസ് ചെയ്തൊക്കെ കൊണ്ടുവന്നു. ചർച്ചയുടെ ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും ചർച്ചകളൊക്കെ നടത്തി. എന്നിട്ട് ഈ ഫോറിൻ മിനിസ്റ്റർ വന്നു കഴിയുമ്പോഴത്തേക്കാണ് മറ്റേ തായ്വാന്റെ പ്രശ്നം. തായ്വാൻ ചൈനയുടെ ഇന്റഗ്രൽ പീസാണ്. അന്നേരം ജയശങ്കർ പറഞ്ഞു അത് എനിക്ക് ഞങ്ങളെ തായ്വാനെ പറ്റിയുള്ള നിലപാട് മാറിയിട്ടൊന്നുമില്ല, അത് നമ്മൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല, നമ്മൾ രണ്ടുപേരും സമ്മതിച്ച കേസല്ല എന്ന് പറഞ്ഞു. അതൊന്ന്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇവിടെ SCO സമ്മിറ്റിൻ്റെ ഇടയ്ക്ക് ഈ സൈഡ് ലൈൻസ് ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ചർച്ച വന്നു കഴിയുമ്പോഴത്തേക്കും ചൈന പറഞ്ഞു അതെ നമുക്ക് ആദ്യം ട്രേഡ് തുടങ്ങാം, ഈ മറ്റേ അതിർത്തി തർക്കമൊക്കെ നമുക്ക് പിന്നെ സോൾവ്, അത് വേണ്ട, ആ പണി വേണ്ട, അതിർത്തി തർക്കം സോൾവ് ചെയ്തിട്ടാണെങ്കിലേ നമ്മൾ ട്രേഡ് പുനരാരംഭിക്കുന്നുള്ളൂ. അതായിരുന്നു നമ്മുടെ നിലപാട്. അതായത് ചൈന ഷുഡ് പ്രൂഫ്, നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചൈന തെളിയിക്കണം എന്നുള്ളത് ഇന്ത്യയുടെ ശാഠ്യമാണ് അവിടെ. അങ്ങനെയാണ് നമ്മൾ ചൈനയോട് മുമ്പോട്ട് പോകുന്നത്. മറ്റേ മോഹൻലാൽ ഒരു പരസ്യത്തിൽ പറയുന്ന പോലെ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നു പറഞ്ഞാൽ നമ്മൾ പൈസ ഉണ്ടാവും തോറും നമ്മൾ ഒറ്റയ്ക്കാണ്. അതാണ് സംഗതി. പൈസ ഉണ്ടാകും തോറും നമ്മൾ ഒറ്റയ്ക്കാണ്. ഇതിൻ്റെ അകത്ത് ഭാരതത്തോട് എന്നും കൂറ് പുലർത്തിയിരിക്കുന്ന 2 രാജ്യങ്ങളെ എൻ്റെ ഒരു ഇതിലുള്ളൂ. ഒന്ന് ഇസ്രായേൽ, 2 റഷ്യ. നമ്മളുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ അകത്ത് അവർ വെള്ളം ചേർക്കാൻ വന്നിട്ടില്ല. ഇസ്രായേൽ കുറേ നാള് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങിയത്, ആ സൗഹൃദം കാണിച്ചു തുടങ്ങിയത്. റഷ്യയുമായിട്ട് അത് നേരത്തെ മുതലുണ്ടായിരുന്നു. റഷ്യയുമായിട്ട് സൗഹൃദം വന്നത് എങ്ങനെയാ? സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അമേരിക്ക സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഓടി അവിടെ പോയി ആയുധം വിൽക്കാൻ തുടങ്ങി. അവർക്കൊരു പുതിയ മാർക്കറ്റ് എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അവരോടി അവിടെ പോയി ആയുധം വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറയാൻ നമുക്ക് ആയുധങ്ങളില്ല. ജവഹർലാൽ നെഹ്റു അമേരിക്കയോട് പറഞ്ഞു ഞങ്ങൾക്കും കൂടെ കുറച്ച് ആയുധങ്ങൾ. പറ്റത്തില്ല, ഞങ്ങൾ ഓൾറെഡി പാകിസ്ഥാന് കൊടുത്തുപോയി, നിങ്ങൾക്ക് തരരുതെന്ന് ഞങ്ങൾ കരാർ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ റഷ്യയുമായിട്ട് ഓടിപ്പോയി കരാറുണ്ടാക്കുന്നത്. അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനുള്ള ആയുധങ്ങളെക്കാട്ടിൽ നിലവാരം കുറവായിരുന്നു നമ്മുടെ ആയുധങ്ങൾക്ക്. ചൈനയ്ക്കുള്ള ആയുധങ്ങളെക്കാട്ടിൽ നിലവാരം കുറവായിരുന്നു നമുക്ക് ആയുധങ്ങൾക്ക്. നമുക്ക് മേടിക്കാൻ കാശില്ലായിരുന്നു, നമ്മുടെ ഈ കാശില്ലായിരുന്നു. ഇന്ന് കാശൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് കച്ചവടം ചെയ്താണ് നമ്മൾ കാശുണ്ടാക്കിയത്. നമ്മൾ സർവീസസ് ഇൻഡസ്ട്രി കൊണ്ടാണ് കാശുണ്ടാക്കിയത്, സേവനങ്ങൾ കൊണ്ടാണ് നമ്മൾ കാശുണ്ടാക്കിയത്. നമ്മൾ കഷ്ടപ്പെട്ട കാശുണ്ടാക്കിയത് ആസ് എ നേഷൻ. നമ്മൾ കഷ്ടപ്പെട്ട് മുറുക്കി എടുത്ത് ഒരു നേരത്തെ ഭക്ഷണം ത്യജിക്കാൻ ഒരു പ്രധാനമന്ത്രി പറഞ്ഞ് അത് ചെയ്തിട്ടാണ് നമ്മൾ കാശുണ്ടാക്കിയത്. എന്നിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു വറുതിയുടെ പട്ടിണിക്കാലം ഉണ്ടായിരുന്നു നമുക്ക്. അന്ന് ഗോതമ്പ് ചോദിച്ചപ്പോൾ തരാത്ത അമേരിക്ക നമ്മളോട് വന്ന് ഗോതമ്പ് ചോദിച്ചപ്പോൾ തരുന്നില്ലെന്ന് പറഞ്ഞ മധുര പ്രതികാരവും നമ്മൾ ചെയ്തിട്ടുണ്ട്. യാതൊരു സംശയമില്ല, മധുര പ്രതികാരമായിരുന്നത്. കാരണം നമുക്ക് പട്ടിണി കിടന്ന സമയത്ത് നമ്മൾക്ക് ഗോതമ്പ് തരാമോന്ന് ചോദിച്ചപ്പോൾ അന്ന് അമേരിക്ക തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് 70കളിൽ. 5 കൊല്ലം മുന്നേ കണ്ട് 4-5 കൊല്ലം മുന്നേ അമേരിക്കയിൽ ഗോതമ്പിന് ക്ഷാമം വന്നപ്പോൾ നമ്മളോട് വന്ന് ചോദിച്ചു ഗോതമ്പ് തരുമോ? സോറി, പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഗോതമ്പില്ല. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കുറേ പാവപ്പെട്ട ജനങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഉള്ളു കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ പുതിയൊരാൾ പാലിന് ചെന്ന് കഴിയുമ്പോഴേക്കും അതെ ഇവിടുത്തെ പാലൊക്കെ ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുക്കുന്ന പോലെയാ, വേറെ പുറത്ത് കൊടുക്കാൻ പാലില്ല, ഒഴിവാക്കി വിടുന്നതാ. അത് ഒഴിവാക്കി വിടുന്നതാ, ഇല്ല തരാൻ. ഞങ്ങൾക്ക് ഇത്രയും ഗോതമ്പൊക്കെ ഉള്ളൂ. നമ്മൾ സംഗതി ശരിയാ, ട്രംപിന്റെ തോളയിലൊന്ന് കൈയിട്ടു, അതിന് കാശ്മീരിൽ നമുക്ക് പണിയും തന്നു, നാറ്റിച്ചു. അത് നമ്മൾ മറക്കത്തില്ല. ആസ് എ നേഷൻ നമ്മൾ തീർച്ചയായിട്ടും ആസ് എ നേഷൻ. അതായത് ഇന്ന് വയത്ത് ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിൽ ചെന്നിട്ട് വേണം ചോദിച്ചോ ട്രംപിനെ വിശ്വസിക്കാവെന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊരൊറ്റ വാക്ക് കേട്ടത്തുള്ളൂ. ഉറപ്പായിട്ടും ഒറ്റ വാക്കേ ഉള്ളൂ. അതിൻ്റെ അതാണ് എന്താ പറയുക, ട്രംപിന്റെ ഏറ്റവും വലിയ നാറ്റക്കേസും അത് തന്നെയാണ്. രാഷ്ട്ര തലവന്മാരുടെ ഇടയ്ക്കല്ല ട്രംപ് മാറിയത്, രാഷ്ട്രത്തെ ജനങ്ങളുടെ ഇടയ്ക്കാണ്. അമേരിക്കക്കാരൻ്റെ പേരാണ് ട്രംപ് ഇല്ലാണ്ടാക്കിയത്, നാറ്റിച്ചു കളഞ്ഞു. അമേരിക്കക്കാരനെ തന്നെ നാറ്റിച്ചു കളഞ്ഞു. അമേരിക്കക്കാർ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിക്ക് സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോയി. ഹെൻറി കിസിഞ്ചർ, ടു ബി അമേരിക്കാസ് എനിമി ഈസ് ഡേഞ്ചറസ്, ടു ബി അമേരിക്കാസ് ഫ്രണ്ട് ഇസ് ഫേറ്റൽ. ട്രംപ് ഇപ്പോൾ താരിഫ് അടിച്ചു കൊടുത്തിരിക്കുന്നതെല്ലാം അമേരിക്കയുടെ ഫ്രണ്ട്സിനാണ്, സുഹൃത്തുക്കൾക്കാണ്.
അമേരിക്കയുടെ സുഹൃത്തായിരിക്കുക എന്നത് മരണത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. ആ പറഞ്ഞതാരാ? അമേരിക്കക്കാരൻ തന്നെ. അതെ, അമേരിക്കക്കാരനായ ഹെൻറി കിസിഞ്ചർ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ലോകക്രമം മാറി. അതായത് ഈ താരിഫ് അടിച്ച് ഇന്ത്യ, നരേന്ദ്രമോദി ട്രംപിന്റെ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കൻ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ ഒരു ഇതുണ്ട്, വേൾഡ് ഓർഡർ ഹാസ് ചേഞ്ച്ഡ്. ലോകക്രമം മാറ്റിയത് ഇന്ത്യയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണാം. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു വയത്തെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ പറയാൻ പറ്റൂല. നോക്കാം, നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.